നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാനാറി കീഴിൽ റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പായിപ്ര രായമംഗലം പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ പായിപ്ര പഞ്ചായത്തിലെ 2.5 കിലോമീറ്ററോളമുള്ള ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. മാനാറി കീഴിലം റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ചെറുവട്ടൂർ പായിപ്ര റോഡിലെ മാനാട് കാവുമ്പടിയിൽ നിന്നാരംഭിച്ച് കീഴിലം MC റോഡിൽ എത്തിച്ചേരുന്ന പ്രധാന റോഡാണ് മാനാറി കീഴിലം റോഡ്. പായിപ്ര രായമംഗലം പഞ്ചായത്തിലൂടെ പോകുന്ന റോഡിന് 5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതിൽ 2.5 കിലോമീറ്റർ റോഡ് രായമംഗലം പഞ്ചായത്തിലും 2.5 കിലോമീറ്റർ റോഡ് പായിപ്ര പഞ്ചായത്തിലുമാണ്. രായമംഗലം പഞ്ചായത്തിലെ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലായതിനാൽ കാലാകാലങ്ങളിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. പായിപ്പട പഞ്ചായത്തിലെ 2.5 കിലോമീറ്ററോളം വരുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. കാൽനട യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് തകർന്നു കിടക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുൻപ് റോഡ് ടാർ ചെയ്തതാണ്. അതിനുശേഷം അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടത്തിയിട്ടില്ല. അമിത ഭാരം കയറ്റിയ ടോറസ് ലോറി ഉൾപ്പെടെ നിയന്ത്രണമില്ലാതെ റോഡിലൂടെ പോകുന്നതാണ് റോഡ് തകരാൻ പ്രധാന കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിശ്ചിത ടൺ ഭാരം കയറ്റിയ വാഹനങ്ങളെ റോഡിലൂടെ സഞ്ചരിക്കാവൂ എന്ന് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ല. കോതമംഗലത്ത് നിന്നും എളുപ്പത്തിൽ കോലഞ്ചേരിയിൽ എത്തുവാൻ കഴിയുന്ന റോഡാണിത്. MC റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ KSRTC ബസ് ഉൾപ്പെടെ വഴിതിരിച്ചു വിടുന്നത് ഈ റോഡിലൂടെയാണ്. ത്രിതല പഞ്ചായത്തുകളിൽ നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമായിട്ടില്ല. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മാനാട് കീഴിലം റോഡ് നവീകരിക്കുവാൻ ആവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച് എത്രയും വേഗം റോഡ് നവീകരണം പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവരുവട ന്യൂസ്.